സന്നിധാനത്ത് രാവിലെ ഭക്തജന തിരക്ക് ഫ്ളൈ ഓവറിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ 75,551 പേരാണ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, രാവിലെ തന്നെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? അതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ 75,000 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് കുറവായിരുന്നു. ഞായറാഴ്ചയാണ് ഞായറാഴ്ച വരുന്നു. പിന്നീട് തിങ്കളാഴ്ച അല്പം തിരക്ക് കൂടുന്നു. വീണ്ടും തിരക്ക് വളരെ കുറവാണ് അനുഭവപ്പെട്ടത്. രാവിലെ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആളുകൾ കുറവ് അനുഭവപ്പെടുകയാണ്. ഒന്നും പതിപോലെ തന്നെ രാവിലെ വലിയ തിരക്ക് ഉണ്ടാവുന്നു. ഇതുവരെ ഒരു 8:30 സമയമായി. 8:30 സമയത്തിനുള്ളിൽ തന്നെ എന്തായാലും ഒരു 25,000 മുകളിൽ ആളുകൾ ദർശനത്തിൽ എത്തിയെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും എല്ലാവർക്കും വളരെ വേഗം ദർശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം തന്നെ മാറ്റമില്ലാതെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു നിര ഫ്ലൈ ഓവറിന് നിൽക്കാതെ തന്നെ എല്ലാവർക്കും വളരെ സാധ്യമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതും കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മനസ്സിലാക്കാവുന്നത്. എന്തായാലും മണ്ഡലപൂജയാണ് 26-ാം തീയതി. അപ്പോൾ 20 മുതൽ 26-ാം തീയതി വരെ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതര സംസ്ഥാനങ്ങളിലടക്കം ദർശനത്തിനായി എത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും ശബരിമലയിൽ സുരക്ഷ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളൊന്നും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. എന്തായാലും കൂടുതൽ ആളുകൾ എത്രത്തോളം ആളുകൾ ദർശനത്തിൽ എത്തിയാൽ പോലും വലിയ ബുദ്ധിമുട്ടുള്ള എല്ലാ വർഷവും സാധ്യമാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. കരിങ്കാമ്പടിയിലൂടെ കൂടുതൽ ആളുകൾ 70 മുതൽ 75 വരെ ആളുകൾ ആ രീതിയിൽ തന്നെ കഴിച്ചിടാനുള്ള ഒരു ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഓരോ നിമിഷം പോലും വൈകിക്കാതെ ആർക്കും നേരിട്ടില്ലാത്ത രീതിയിൽ പരാതികളോ പരിഭവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം തെളിവൊരു കാലാവസ്ഥ തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ പതിപോലെ തന്നെ വലിയ തിരക്കിൽ അനുഭവപ്പെടുന്നുണ്ട്. ശരി, KC ഉണ്ണികൃഷ്ണനാണ് സന്നിധാനത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.